കുട്ടനാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച കുട്ടനാട് പാക്കേജിന്റെ വികസന ഏകോപന സമിതി യോഗം ചേർന്നിട്ട് 17 മാസമായി. ഈ മാസം 6-ന് യോഗം ചേരാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ അസൗകര്യത്തെ തുടർന്ന് മാറ്റിവെച്ചു. പാക്കേജ് പ്രഖ്യാപിച്ച് 6 വർഷം കഴിഞ്ഞിട്ടും നടപ്പിലാക്കാത്തതിന്റെ പ്രധാന കാരണം വികസന സമിതി യോഗം ചേരാത്തതാണ്. ഈ അനാസ്ഥ തുടർന്നാൽ കുട്ടനാട് പാക്കേജ് പ്രഖ്യാപനത്തിൽ ഒതുങ്ങും. 2018 സംസ്ഥാന ആസൂത്രണ ബോർഡ് രണ്ടാം കുട്ടനാട് പാക്കേജ് സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. 2022 വികസന ഏകോപന സമിതിയും സാങ്കേതിക സമിതിയും രൂപീകരിച്ച് ഉത്തരവായി. മൊത്തം 3000 കോടി രൂപ അടങ്കലുള്ള പാക്കേജിന്റെ നടത്തിപ്പ് ചുമതല കൃഷിവകുപ്പിനായിരുന്നു. മുഖ്യമന്ത്രി അധ്യക്ഷനായ വികസന ഏകോപന സമിതിയാണ് പദ്ധതിയുടെ കാര്യങ്ങൾ തീരുമാനിച്ച് അംഗീകാരം നൽകേണ്ടത്. എന്നാൽ വികസന ഏകോപന സമിതി ചേർന്നിട്ട് 17 മാസം കഴിഞ്ഞു. എല്ലാ തവണയും യോഗം നിശ്ചയിക്കുകയും പിന്നീട് മുഖ്യമന്ത്രിയുടെ അസൗകര്യം മൂലം മാറ്റിവെക്കുകയുമാണ് പതിവ്. ഈ മാസം 6 നിശ്ചയിച്ച വികസന ഏകോപന സമിതി യോഗവും ഇത്തരത്തിൽ അവസാന നിമിഷം മാറ്റി. പാക്കേജ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അലംഭാവത്തിൽ കർഷകർ കടുത്ത പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ 6-ാം തീയതി നടക്കേണ്ട പാക്കേജിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള യോഗം പോലും നടത്താനായിട്ട് ബഹുമാനപ്പെട്ട ഈ സംസ്ഥാനത്തിന്റെ ഭരണകൂടം നേതൃത്വം അതിന് വേണ്ട പരിഗണന നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകണം? കാലാവസ്ഥാ വ്യതിയാനം മൂലം ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. വിശാല കുട്ടനാട് രണ്ടാം പാക്കേജ് വന്നേ മതിയാവൂ. അത് സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല, ആ ഒരു വിഷയത്തിൽ നമ്മളുടെ എംപിമാരുടെ ഇടപെടൽ കൂടി ഉണ്ടായി. വിശാല കുട്ടനാട് രണ്ടാം പാക്കേജ് സെൻട്രൽ ഗവൺമെന്റിന്റെയും കൂടെ സഹായത്തോടെ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ കർഷകരായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹം. 2023 ഏപ്രിലും മെയ്യിലും കുട്ടനാട് വികസന ഏകോപന സമിതി യോഗം നിശ്ചയിച്ചിരുന്നു. എന്നാൽ പദ്ധതി നിർവ്വഹണം കൃഷിവകുപ്പിൽ നിന്ന് മാറ്റണമെന്ന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷന്റെ ആവശ്യത്തിൽ തർക്കമുടലെടുത്തോടെ 2 യോഗങ്ങളും നടന്നില്ല. കൃഷിമന്ത്രി പി പ്രസാദ് വിയോജിച്ചതോടെ ആസൂത്രണ ബോർഡ് ആഫീസിൽ നിന്ന് പിന്മാറിയെങ്കിലും ഇപ്പോഴും പല കാര്യങ്ങളിലും ഭിന്നത നിലനിൽക്കുന്നു. കൊട്ടിഘോഷിച്ച് പാക്കേജ് പ്രഖ്യാപിച്ച സർക്കാരിന്റെ ആത്മാർത്ഥതയാണ് ഇതിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. റിപ്പോർട്ടർ ആർ ശ്രീജിത്തിന്റെ റിപ്പോർട്ടർ, ആലപ്പുഴ.